അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിനെതിരെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ.എസ്.ഇ.ബി. ചെറുപുഴ ഓഫീസിലെ ജീവനക്കാർക്ക് മെഴുകുതിരികൾ വിതരണം ചെയ്ത് പ്രതിഷേധിച്ചു. ദീർഘകാല കരാറ് റദ്ദാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത് കെ.എസ്.ഇ.ബി. അങ്ങനെ ആ കരാറ് നിലനിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 25 വർഷത്തേക്ക് ഏകദേശം ഒരു 4 രൂപ 29 പൈസക്ക് കറണ്ട് കിട്ടേണ്ടതായിരുന്നു. ഇപ്പം അതല്ലാതെ ഏകദേശം ഒരു 10 രൂപയോളം 3 ഇരട്ടി വില കൊടുത്ത് കറണ്ട് ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ഗതികേടിലാണ് കെ.എസ്.ഇ.ബി. റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടില്ല ഒരു ബുദ്ധിമുട്ടിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇന്ത്യയുടെ പ്രതിഷേധം എല്ലാ മണ്ഡലം തലങ്ങളിലും എല്ലാ കെ.എസ്.ഇ.ബി. ഓഫീസുകളിലും നടത്തുന്നത്. അപ്പൊ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാല് കേരളം മുഴുവനല്ല, ഇന്ത്യ മുഴുവനുള്ള ഒരു പ്രശ്നമാണ് ഇത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾ സർക്കാരിന്റെ ഭാഗമാണ്. ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന ഒരു അവകാശവാദം നിങ്ങളുടെ പറയുന്നതാണ്. ഇപ്പോഴുള്ള കണ്ടീഷനിൽ പവർ കട്ട് ഉണ്ടെന്ന് പറയണതല്ല, നമുക്ക് നിലവിലുള്ള ലൈൻ സംവിധാനം കൊണ്ട് നമുക്കത് തീർക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു 400 KV ലൈൻ വയനാട്ടിൽ നിന്ന് ഉടുപ്പിലേക്ക് പോകുന്ന ലൈൻ, അതിന്റെ പ്രശ്നങ്ങൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിങ്ങളെ കൂടിയിട്ട് വരികയാണെങ്കിൽ അതിലെ കൂടിയൊക്കെ നിങ്ങളുടെ കൂടി ഒരു ഇടപെടൽ ഉണ്ടായെങ്കിൽ മാത്രം ലൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഇത് കുഴപ്പമില്ലായിരുന്നു. ഇത് 10 വർഷത്തേക്ക് പവർ കട്ട് ഇല്ല എന്ന് പറഞ്ഞ് വലിയ പരസ്യം ചെയ്തത് കൊണ്ടാണ് ഈ ഒരു കാര്യം. പവർ കട്ടില്ല, പക്ഷെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ പവർ കട്ട് തന്നെയാണ്. ഈ 10 വർഷത്തെ പവർ കട്ട് ഇല്ല എന്ന് പറഞ്ഞ് വലിയ പരസ്യം ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു കാലയളവിൽ നമുക്ക് പവർ കട്ടാവും. സാധാരണക്കാർ അവർ പണിയെടുത്ത് വൈകുന്നേരം വന്ന് വീട്ടിലിരിക്കുമ്പോൾ ഈ പവർ കട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ തന്നെ കെ.എസ്.ഇ.ബിയിൽ വിളിച്ചപ്പോൾ അവർക്ക് മറുപടി കാര്യങ്ങൾ അവർക്ക് പറയാനില്ല. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരേള അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായി 25 കൊല്ലത്തേക്കുള്ള ഒരു ദീർഘകാല കരാർ പുറമേ നിന്ന് വൈദ്യുതി വാങ്ങാൻ അതിപ്പോൾ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഏകദേശം ഒരു 4 രൂപ 29 പൈസക്ക് കറണ്ട് ഒരു യൂണിറ്റ് ലഭിക്കേണ്ടതായിരുന്നു. അത് പിന്നീട് വന്ന LDFന്റെ പിണറായി സർക്കാർ യാതൊരു കാരണവുമില്ലാതെ റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗമായി ആ ഉത്തരവ് സാങ്കേതിക കാരണങ്ങൾ കാണിച്ചുകൊണ്ട് അത് റദ്ദാക്കുകയായിരുന്നു. ഇപ്പോൾ കേരളം നേരിടുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം അതാണ്. ആ ചെറിയ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി പുറമേ നിന്ന് വാങ്ങിക്കാനുള്ള അവസരം ഇല്ലാതായ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ 10 രൂപ നിരക്കിൽ ഒരു യൂണിറ്റ്, അതായത് മുമ്പത്തെ ആ കരാർ നിലവിലുണ്ടായിരുന്നെങ്കിൽ കിട്ടേണ്ട തുകയേക്കാൾ 3 ഇരട്ടിയോളം തുകയ്ക്ക് വൈദ്യുതി പുറമേ നിന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ചെറുപുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രവീൺ KD ഉദ്ഘാടനം ചെയ്തു. കേരളം വേനൽ ചൂലിൽ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കെ.എസ്.ഇ.ബി. കൊണ്ടുവന്നിട്ടുള്ള അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്, കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥർ അതിനെ പീക്കിംഗ് ലോഡ് മാനേജ്മെൻറ്റ് എന്ന രീതിയിലാണ് വിളിക്കുന്നതെങ്കിലും ലോഡ് ഷെഡിങ് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. മലയോര മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ദൈനംദിന ജീവിത ചര്യകൾ കഴിഞ്ഞ് രാത്രി ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അരമണിക്കൂർ വീതം 6 മണി മുതൽ 12 മണി വരെ കറണ്ട് പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനെയും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. ഇവിടെ ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള കരാറ് റദ്ദാക്കിക്കൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഇപ്പോഴത്തുള്ള കരാറ് തീരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് കെ.എസ്.ഇ.ബി. പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ദശലക്ഷക്കണക്കിന് ശമ്പളം പറ്റുന്ന കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥരുണ്ട്. കേവലം ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മുടെ നികുതി പണം കൊണ്ടുള്ള ശമ്പളം മാത്രം വാങ്ങി പോകുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. കെ.എസ്.ഇ.ബിക്ക് ഇതിനൊരു മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറെയുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമായ രീതിയിൽ ചെയ്ത് കാണുന്നില്ല. ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെയുള്ള കെ.എസ്.ഇ.ബിയുടെ വിവിധ ട്രാൻസ്ഫോമറുകളുടെ അപ്ഗ്രേഡിംഗ് പോലുള്ള സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടില്ല. പുറപ്പുറ സോളാർ സിസ്റ്റം സംവിധാനം ഉണ്ടെങ്കിലും അത് ഫലവത്തായ രീതിയിൽ നമ്മുടെ സംസ്ഥാനം അതിനെ വിനിയോഗിക്കുന്നില്ല.
ഇതൊക്കെ ഈ ഒരു ലോഡ് ഷെഡിങ് വരേണ്ട സാഹചര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. മിഥുൻ പി, ശ്രീനിഷ് ടി പി, രാഹുൽ എം, ഷരീഫ് എ ജി, അമൽ ശശീന്ദ്രൻ, ആദർശ് കെ, ആൽബിൻ, സിനാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലയിലെ മണ്ഡലം തലങ്ങളിൽ നടത്തുന്ന KSEB പ്രതിഷേധ കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ കേരളത്തിലെ ബഹുഭൂരം ആളുകളും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് അപ്രഖ്യാപിത കറണ്ട് കട്ട്. ഒരു അറിയിപ്പും കൂടാതെ KSEB നടത്തുന്ന ഈ ഒരു നടപടിയിൽ ചെറുപുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പ്രവീൺ KD പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീനിഷ് ടി പി, മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചെറുപുഴ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ഇന്ന് ഈ ഒരു പ്രതിഷേധ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട്